മന്ത്രിസ്ഥാനവും ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെച്ച മുതിർന്ന നേതാവ് കൈലാഷ് ഗെഹ്ലോട്ട് ബിജെപിയിൽ ചേർന്നു. ബിജെപി ആസ്ഥാനത്ത് നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കൈലാഷ് ഗെഹ്ലോട്ട് അപ്രതീക്ഷിത രാജിപ്രഖ്യാപനം നടത്തിയത്. ആഭ്യന്തരം, ഭരണപരിഷ്കാരം, IT, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് കൈലാഷ് ഗെഹ്ലോട്ട് വഹിച്ചിരുന്നത്. അദ്ദേഹം സ്വതന്ത്രനാണ്. താല്പര്യമുള്ള എവിടെ വേണമെങ്കിലും പോകാം എന്നായിരുന്നു പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത്. വാഗ്ദാനങ്ങൾ പാലിക്കാതെ അനാവശ്യ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നിലവിൽ പാർട്ടി എന്ന് AAP കൺവീനർ കെജ്രിവാളിനു നൽകിയ രാജിക്കത്തിൽ ഗെഹ്ലോട്ട് ആരോപിച്ചിരുന്നു. ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിന് പകരം നേതാക്കൾ സ്വന്തം അജണ്ടകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും കത്തിൽ വ്യക്തമാക്കി. ഗെഹ്ലോട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നേരിടുന്നുണ്ടെന്നും BJPയിൽ ചേരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നായിരുന്നു AAP നേതാക്കളുടെ പ്രതികരണം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലായതിനെ തുടർന്ന് അദ്ദേഹം ചുമതല വഹിച്ചിരുന്ന വകുപ്പുകൾ മറ്റ് മന്ത്രിമാർക്ക് വീതിച്ചു നൽകിയപ്പോഴായിരുന്നു ഭിന്നതയ്ക്ക് തുടക്കം. ഡിസംബറിൽ നിയമവകുപ്പ് കൂടി ഗെഹ്ലോട്ടിൽ നിന്ന് തിരിച്ചെടുത്ത് അതിഷിക്ക് നൽകിയതോടെ ഭിന്നത രൂക്ഷമായി. പാർട്ടിക്ക് ഗെഹ്ലോട്ടിൽ വിശ്വാസം പോരെന്ന് ഈ സംഭവത്തോടെ വ്യക്തമായതായി ഗെഹ്ലോട്ടുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. സ്വാതന്ത്ര്യദിനത്തിലെ പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ട വിവാദം ഗെഹ്ലോട്ട് AAP ഭിന്നത മൂർധന്യത്തിലെത്തിച്ചു. മുഖ്യമന്ത്രിയായ താൻ ജയിലിൽ ആയിരുന്നതിനാൽ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അതിഷിയെ നിയോഗിച്ച് അരവിന്ദ് കെജ്രിവാൾ കത്ത് നൽകിയിരുന്നു. എന്നാൽ സർക്കാരുമായി ഇടഞ്ഞു നിന്നിരുന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന കെജ്രിവാളിന്റെ കത്തിലെ ആവശ്യം നിഷേധിച്ചു. അതിഷിയല്ല, മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിയമപരമായി ആഭ്യന്തരമന്ത്രി ഗെഹ്ലോട്ടാണ് പതാക ഉയർത്തേണ്ടതെന്ന നിലപാടാണ് സക്സേന സ്വീകരിച്ചത്. ഇത് AAPയും ഗവർണറും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നാണ് അതിഷി പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിയായ തനിക്കു മുകളിൽ അതിഷിയെ നിയോഗിച്ചതും ഗെഹ്ലോട്ടിനെ പ്രകോപിപ്പിച്ചിരുന്നു.